അങ്ങനെ ഫൈനലി തമിഴ് ചിത്രമായിട്ടുള്ള ഹൗസ് മേറ്റ് എന്ന് പറഞ്ഞ പടം കണ്ടിരിക്കുകയാണ്. ഈ പടത്തിൽ അഭിനയിച്ചവർ എനിക്ക് രണ്ടുപേരെ അറിയണം, നായകൻ നായികയും. നായകൻ കന എന്ന് പറഞ്ഞ തമിഴ് പടത്തിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ആ ഒരു പുള്ളിക്കാരനും, പിന്നെ മലയാളത്തിലെ നായികയായിട്ട് വരുന്ന ഒരു പുള്ളിക്കാരിയായിരുന്നു ഈ പടത്തിൽ അഭിനയിച്ചത്. ഇതിനകത്ത് രണ്ട് ഫാമിലിയാണ് കാണിക്കുന്നത്. ഒന്ന് ഞാൻ പറഞ്ഞ ഇവരും, മറ്റൊന്ന് നമ്മൾ സ്ഥിരമായിട്ട് പടത്തിലൊക്കെ കാണുന്ന അവർ ആരുടെ പേരെങ്കിലും അറിഞ്ഞൂടാ. ഈ പടം എങ്ങനെയെന്ന് വെച്ചാൽ സൂപ്പർ പടം. സൂപ്പറല്ല, ഒരു മികച്ച ചിത്രം എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു പടം. ഒരു മസ്റ്റ് വാച്ചബിൾ പടമൊക്കെ എന്ന് പറയാൻ പറ്റുന്ന ഒരു പടമാണ് ഹൗസ് മേറ്റ് എന്ന് പറയുന്ന പടം. ഒരു ഫാമിലി, കോമഡി, എൻ്റർടൈൻമെൻറ്റ്, ഇമോഷൻ എല്ലാം ഉണ്ട് ഈ പടത്തിനകത്ത്. ഈ പടത്തിൻ്റെ ജോണറിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. ഞാൻ പടത്തിൻ്റെ ട്രെയിലറൊന്നും കണ്ടില്ലായിരുന്നു. പടത്തിൻ്റെ 2-3 പോസ്റ്റേഴ്സ് മാത്രമേ ഞാൻ കണ്ടുള്ളായിരുന്നു. ആ ഒരു ഇതിൽ വെച്ച് എനിക്ക് പടത്തെക്കുറിച്ച് ഒന്നും അറിഞ്ഞൂടാ. അങ്ങനെ ഞാൻ ഈ പടം കണ്ടത്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് ഈ പടം ശരിക്കും വർക്കൗട്ടായിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് എങ്ങനെയാണെന്ന് വെച്ചാൽ പടത്തിൻ്റെ ഒരു തുടക്കം ഒരു 10-20 മിനിറ്റ് പടത്തിൻ്റെ ഒന്ന് കണക്റ്റാകാൻ കുറച്ച് ഇതായി. എനിക്കങ്ങനെ തോന്നണമെന്നില്ല. പിന്നെ ഫസ്റ്റ് ഹാഫ് എങ്ങനെയാണെന്ന് വെച്ചാൽ നൈസായിട്ട് തന്നെ പോയിട്ടുണ്ട്. ആ ഫസ്റ്റ് ഹാഫ് നല്ല കിടിലായിട്ട് പോയിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫിനെക്കാട്ടിലും മേളിൽ നിൽക്കുന്ന ഒരു സെക്കൻഡ് ഹാഫ് തന്നെയാണ് ഹൗസ് മേറ്റിന് വരുന്നത്. ഈ സെക്കൻഡ് ഹാഫിൽ ക്ലൈമാക്സ് ആകുമ്പോൾ കുറച്ച് ആയിട്ടാണ് പടം എടുത്തു വച്ചിരിക്കുന്നത്. പടം ഓവറോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു മികച്ച ചിത്രം തന്നെയാണ് ഹൗസ് മേറ്റ് എന്ന് പറയുന്ന ചിത്രം. ഫാമിലിയായിട്ടൊക്കെ ഇരുന്ന് കാണാൻ പറ്റുന്നൊരു ചിത്രം തന്നെയാണ്. പിന്നെ ഇതിനകത്ത് അഭിനയിച്ചവരെല്ലാം വേറെ ലെവൽ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് മറ്റേ ഒരു അച്ഛനമ്മ ആ ഒരു ഫാമിലിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അച്ഛനമ്മ മോൻ വരുന്ന ആ ഒരു ഫാമിലി, ആ ഒരു കൊച്ചൊക്കെ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു, അവരുടെയൊക്കെ ക്യാരക്ടർ. അപ്പോൾ ഓവറോൾ ഈസ് അമേസിങ്. അവരുടെ അഭിനയം എടുത്ത് പറയേണ്ടതാണ്. അത്രയ്ക്ക് നല്ല കിടില അഭിനയം തന്നെയാണ് അവരഭിനയിച്ചത്. പിന്നെ ഈ പടത്ത് വേറെ ലെവലാണ്. കോമഡി ഉണ്ട്, ഇമോഷനുണ്ട്, എല്ലാം ഉണ്ട്. എന്ത് പറയണമെന്ന് തോന്നുന്നില്ല. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടൊരു പടം തന്നെയാണ് ഹൗസ് മേറ്റ് എന്ന് പറഞ്ഞത്. 2025 കണ്ട എൻ്റെ ഇതിൽ തമിഴിൽ ഈ വർഷം കണ്ടതിൽ മികച്ച ചിത്രം എന്നൊക്കെ പറയാൻ പറ്റുന്ന പടമാണ് ഹൗസ് മേറ്റ് എന്ന് പറഞ്ഞ പടം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പടം ഇഷ്ടപ്പെടും. ഇപ്പം ഞാൻ പറഞ്ഞ ഹൈപ്പ് കൂട്ടിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. തീർച്ചയായിട്ടും കണ്ടിരിക്കാൻ പറ്റുന്നൊരു ചിത്രം തന്നെയാണ് ഹൗസ് മേറ്റ് എന്ന് പറഞ്ഞ പടം. നിങ്ങൾ ഈ പടം കണ്ടാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തരാം.